വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. ആ 4 വയസ്സുകാരി തന്റെ ടെഡിബിയറും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു. മദ്യലഹരിയിൽ അച്ഛൻ തന്നെ കൂട്ടാൻ മറന്നുപോയത് അവൾ അറിഞ്ഞിരുന്നില്ല. അജ്ഞാതമായ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്ന ട്രെയിനിൽ അവൾ തനിച്ചാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപ് നടന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവമാണിത്. സേലത്ത് നിന്നുള്ള ഷാലിമാർ നാഗർകോവിൽ ഗുരുദേവ് എക്സ്പ്രസിലാണ് മകളെയും കൂട്ടി ഇയാൾ പാലക്കാട്ടേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തത്. 4 വയസ്സുകാരി തന്റെ കൂടപ്പിറപ്പായ ടെഡിബിയറിനെയും കയ്യിൽ പിടിച്ചാണ് അമ്മയെ കാണാനായി യാത്ര തുടങ്ങിയത്. വടക്കാഞ്ചേരിയിലുള്ള ഭാര്യ വീട്ടിലേക്കായിരുന്നു ഇവരുടെ യാത്ര. ട്രെയിനിൽ കയറിയത് മുതൽ ഇയാൾ ഇടയ്ക്കിടെ ശുചിമുറിയുടെ അടുത്തെത്തി മദ്യപിച്ചിരുന്നു. തുടർന്ന് മദ്യലഹരി തലയ്ക്കു പിടിച്ചതോടെ ഇയാൾ കുഞ്ഞിനെ ഓർക്കാതെ തൃശൂരിൽ ഇറങ്ങിപ്പോയി. അതേസമയം സ്ലീപ്പർ കോച്ചിൽ ഒന്നും അറിയാതെ കിടന്നുറങ്ങുകയായിരുന്നു ആ കുഞ്ഞ്. അപ്പോഴേക്കും മദ്യപിച്ചു ലക്കുകെട്ട പിതാവ് എങ്ങനെയൊക്കെയോ ഭാര്യ വീട്ടിലേക്ക് എത്തിയിരുന്നു. അവിടെ എത്തിയപ്പോൾ ഭാര്യ മകളെ തിരക്കിയപ്പോഴാണ് ട്രെയിനിൽ കിടന്നുറങ്ങുന്ന മകളെക്കുറിച്ച് അയാൾക്ക് ഓർമ്മ വന്നത്. പരിഭ്രാന്തരായ വീട്ടുകാർ ഉടൻ തന്നെ പോയി അന്വേഷിച്ചുവെങ്കിലും അവളെ കണ്ടെത്താനായില്ല. പിന്നീട് റെയിൽവേ പോലീസിൽ വിവരം അറിയിച്ചപ്പോഴാണ് ആ സത്യം അവർ അറിയുന്നത്. പെട്ടെന്ന് കോട്ടയത്തേക്ക് എത്താനാണ് റെയിൽവേ പോലീസിൽ നിന്നും ഇവർക്ക് അറിയിപ്പ് ലഭിച്ചത്. തുടർന്ന് ഇവർ കോട്ടയത്തേക്ക് യാത്ര പുറപ്പെടുകയായിരുന്നു. അവിടെ എത്തിയപ്പോൾ ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥരാണ് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഇവരോട് വ്യക്തമാക്കിയത്. മദ്യലഹരിയിൽ അച്ഛൻ ട്രെയിനിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ ഒന്നും അറിയാതെ ആ കുഞ്ഞ് ഉറങ്ങുകയായിരുന്നു. കോട്ടയത്തെത്തിയപ്പോഴാണ് അവൾ ഉണർന്നത്. അവൾ ചുറ്റും നോക്കിയപ്പോൾ അച്ഛനെ കാണാനുണ്ടായിരുന്നില്ല. പേടിച്ചു പരിഭ്രാന്തയായ ആ കുഞ്ഞ് അച്ഛനെ വിളിച്ചുറക്കെ കരയാൻ തുടങ്ങി. ഇത് ശ്രദ്ധയിൽപ്പെട്ട ട്രെയിനിലെ മറ്റു യാത്രക്കാർ ആ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കുകയും പേരും വീട്ടിലെ ഫോൺ നമ്പറും വിലാസവും എല്ലാം ചോദിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഭയം കാരണം ആ കുഞ്ഞിന് ഒന്നും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് യാത്രക്കാരുടെ ഏറെ സമയത്തെ പരിശ്രമത്തിന് ശേഷം വടക്കാഞ്ചേരിയിലുള്ള അമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് ആ കുഞ്ഞ് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ എങ്ങനെ കുട്ടിയുടെ ബന്ധുക്കളെ സമീപിക്കണമെന്നത് അവർക്കറിയില്ലായിരുന്നു. പിന്നെ യാത്രക്കാർ അറിയിച്ചതു പ്രകാരം റെയിൽവേ പ്രൊട്ടക്ഷൻ ഓഫീസ് ഉദ്യോഗസ്ഥരെത്തി കുഞ്ഞിനെ അവരുടെ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് കുഞ്ഞിനെ ഇവർ ചൈൽഡ് ലൈൻ പ്രവർത്തകർക്ക് കൈമാറുകയായിരുന്നു. അച്ഛനും അമ്മയും മുത്തശ്ശിയും മുത്തശ്ശനും കുടുംബസമേതം എത്തിയാണ് കുഞ്ഞിനെ ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങിയത്. പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇവർ കുഞ്ഞിനെ കൈമാറിയത്. കുഞ്ഞിന്റെ പിതാവിന് തക്കതായ താക്കീത് നൽകിയാണ് പോലീസ് പറഞ്ഞയച്ചത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.